നമുക്ക് അടുത്തത് മാച്ച് ബോക്സിൻ്റെ ചാപ്റ്ററാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെ അതേപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് എഴുതുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാച്ച് ബോക്സ് ഈസ് സംതിങ് വിച്ച് ക്യാൻ കോസ് ഹ്യൂജ് ഫയേഴ്സ്. വലിയ അഗ്നി സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. എ മാച്ച് ബോക്സ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ കോസ് ഹ്യൂജ് ഫയേഴ്സ്. ദ ഫയേഴ്സ് ക്യാൻ കോസ് ഹ്യൂജ് ലോസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ആ ഫയേഴ്സിന് വലിയ നഷ്ടങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. വിമൻ ആർ ലൈക്ക് മാച്ച് ബോക്സസ്. സ്ത്രീകൾ മാച്ച് ബോക്സ് പോലെയാണ്. ദേ റിമെയിൻ ഇൻഫീരിയർ ടു മെൻ ദോ ദേ ആർ ആക്ച്വലി നോട്ട്. സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഇൻഫീരിയർ അല്ലെങ്കിൽ പോലും അവർ മെന്നിനോട് ഇൻഫീരിയർ ആയിട്ടിരിക്കുകയാണ്. വിമൻ ഓൾവേസ് റിമെയിൻ ഇൻഫീരിയർ ടു മെൻ ദോ ദേ ആർ ആക്ച്വലി നോട്ട്. ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ. അവരുടെ ഉള്ളിൽ ആവശ്യത്തിന് വെടിമരുന്നുണ്ട്. ടു സെറ്റ് എ 100 ലങ്കാസ് എ ഫ്ലെയിം. 100 കണക്കിന് ലങ്കകളെ ചുട്ടരിക്കാനുള്ള വെടിമരുന്ന് ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബട്ട് ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. പക്ഷെ അവരവിടെ ഇവിടെ മീക്കായിട്ട്, ദുർബലരായിട്ട്, ഇന്നസെൻറ്റ്, വളരെ നിഷ്കളങ്കരായിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. സോ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് എ 100 ലങ്കാസ് എ ഫ്ലെയിം, ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. They have the materials within themselves to set off many raging fires. Raging fires, കോപാഗ്നി. ധാരാളം കോപാഗ്നികൾ ജ്വലിപ്പിക്കാനുള്ള മെറ്റീരിയൽസ് അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടും they never flare up. അവർ ആളിക്കത്താറില്ല. And burn the mask of men's high mindedness and their large heartedness. പുരുഷന്റെ ഹൈ മൈൻഡഡ്നെസ്സിനെയോ ലാർജ് ഹാർട്ടഡ്നെസ്സിനെ, വിശാല മനസ്സിനെയും ഉന്നത കുല സ്വഭാവത്തെയും ഒന്നും അതിൻ്റെ മാസ്കിനെ, അതിൻ്റെ മുഖം മൂടിയെ അവർ വലിച്ചു കീറാറില്ല. They hesitate to burn away life's colorful shells. ജീവിതത്തിൻ്റെ കളർഫുൾ ഷെൽസിനെ ബേൺ ചെയ്യാൻ സ്ത്രീകൾക്ക് താല്പര്യമില്ല. They leave them scattered so carelessly. അവരെ വിട്ടിരിക്കുന്നത് വളരെ കെയർലെസ് ആയിട്ടാണ്. എവിടെയൊക്കെ? ഇൻ ദ കിച്ചൺ, അടുക്കളയിൽ, ഇൻ ദ പാൻട്രി, സ്റ്റോർ റൂമിൽ, ഇൻ ദ ബെഡ്റൂമിൽ, ഹിയർ, ഇവിടെ, ദെയർ ആൻഡ് എവരിവെയർ, ഇവിടെ, അവിടെ, എല്ലായിടത്തും. അപ്പോൾ നോക്കിക്കേ, മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിൽ അത് ഒരു ആൻസർ ആണ്. A matchbox is something that can cause huge fires, and the fires can cause huge damage and destruction. ആ ഫയേഴ്സിന് വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. And directly the writer says that women are like matchboxes. Why are women like matchboxes? Because they have enough gunpowder to set a 100 langas aflame, but they sit around meek and innocent. They have the materials within themselves to set off many raging fires, but they never flare up. അവർ ഒരിക്കലും ആളിക്കത്താറില്ല. And burn away the mask of men's high mindedness and large heartedness. പുരുഷന്മാരുടെ മാസ്കുകളെ അവർ ബേൺ ചെയ്യാറില്ല. They hesitate to burn away life's colorful shells. ജീവിതത്തിൻ്റെ നിറം നശിപ്പിക്കാൻ അവർ തയ്യാറല്ല. So the men leave them scattered so carelessly. പുരുഷന്മാർ സ്ത്രീകളെ അങ്ങ് കെയർലെസ് ആയിട്ട് വിട്ടിരിക്കുകയാണ്. എവിടെയൊക്കെ? ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദെയർ ആൻഡ് എവറിവെയർ. എല്ലായിടത്തും സ്ത്രീകളെ അങ്ങ് ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. So this is the comment on the title, The Matchbox. Now let us move on to the story. Matchbox is a short story written by ആശപൂർണ ദേവി. ആശപൂർണ ദേവിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് Matchbox. The central theme is the status of a woman in her family. ഫാമിലിയിലെ ഒരു സ്ത്രീയുടെ സ്റ്റാറ്റസ് ആണ് ഈ സ്റ്റോറിയുടെ സെൻട്രൽ തീം. Matchbox is a short story written by ആശപൂർണ ദേവി, and the central theme is the status of a woman in her family. The central character is Nomida. Nomida is the central character. She is married to a rich family, to the rich family of Ajit. അജിത്തിൻ്റെ റിച്ച് ഫാമിലിയിലേക്ക് മാറി ചെയ്യപ്പെട്ടിരിക്കുകയാണ് നൊമിത. ആൻഡ് ഹെർ മദർ ഈസ് പുവർ ആൻഡ് വിഡോവ്ഡ്. അമ്മ പുവറാണ്, പാവപ്പെട്ടതാണ്, വിഡോവ്ഡ്, വിധവയാണ്. ബട്ട് ഷീ ഹാസ് ബിക്കം സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ, സെൻഡിങ് ഹെർ ഡോട്ടർ. തൻ്റെ മകളെ അയക്കുവാൻ അവർക്ക് സാധിച്ചു. എവിടേക്ക്? ടു ദ റിച്ച് ജോയിൻ ഫാമിലി ഓഫ് അജിത്ത്. അജിത്തിൻ്റെ ജോയിൻ ഫാമിലിയിലേക്ക് തൻ്റെ മകളെ അയക്കുവാൻ അവർക്ക് സാധിച്ചു. വൈ? ബിക്കോസ് നൊമിത വാസ് ബ്യൂട്ടിഫുൾ. നൊമിത അത്ര സുന്ദരിയാണ്. അപ്പോൾ നോക്കിക്കേ, മാച്ച്ബോക്സ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശപൂർണ ദേവി. The central theme of the story is the status of a woman in her family, and the main character is Nomida, who is married to a rich family. Her
widowed mother was successful in sending her to the rich joint family of Ajit because she was beautiful. On the strength of her looks എന്ന് വെച്ചാൽ she was beautiful എന്നാണ്. But there is a problem. What is the problem? Ajit is hesitant to give her the space she deserves. അവള് അർഹിക്കുന്ന സ്പേസ് കൊടുക്കാൻ അജിത്ത് തയ്യാറല്ല. ഹി ഈസ് ഹെസിറ്റന്റ് ടു ഗിവ് ഹെർ ദ സ്പേസ് ഷീ ഡിസേർവ്സ്. അവൾ അർഹിക്കുന്ന സ്പേസ് കൊടുക്കുവാൻ അജിത്ത് തയ്യാറല്ല. ഇത് അജിത്തിന്റെ ക്യാരക്ടർ എഴുതാം, നൊമിതയുടെ ക്യാരക്ടർ എഴുതാം. He always looks down upon her and laughs at her. Look down upon means വില കുറച്ച് കാണുക. Laughs at her, അവരെ കളിയാക്കുക. So the problem is Ajit is hesitant to give her the space she deserves. He always looks down upon her and he laughs at her. He never cares for her feelings. അവളുടെ ഫീലിങ്സിനെ അജിത്ത് ഒരിക്കലും കെയർ ചെയ്യാറില്ല. നോക്കിക്കേ, Ajit is hesitant to give her the space she deserves. He always looks down upon her and laughs at her. He never cares for her feelings. And Ajit possesses the key to the letterbox of the joint family with an intention to read his wife's letters. ആ പ്രോബ്ലം ആഡ് ചെയ്ത് എവിടേക്കാ പോകുന്നത്? He gains the possession of the key to the letter box. Letter boxന്റെ key ആരുടെ കൈകളിലാണ്? അജിത്തിന്റെ കൈകളിലാണ്. And what is his intention? His intention is simple, to read his wife's letters. So Ajit possesses the key to the letterbox of the joint family with an intention to read his wife's letters. What does he do? He opens the letters. Though he couldn't see anything suspicious for the past 6 months. കഴിഞ്ഞ 6 മാസമായിട്ട് അജിത്ത് couldn't see anything suspicious. സംശയകരമായിട്ടൊന്നും അജിത്തിന് കാണാൻ സാധിച്ചില്ല. But still, എന്നിട്ടും he opens her letters. അവളുടെ ലെറ്റേഴ്സ് ഓപ്പൺ ചെയ്യും. He reads it. അയാളത് വായിക്കും. അതിനേക്കാൾ കഷ്ടം എന്തുവാ? He doesn't care to hand it over to നൊമിത. നൊമിതയ്ക്ക് അത് കൈമാറാൻ അയാൾ തയ്യാറല്ല. നോക്കിക്കേ, Ajit possesses the key to the letterbox of the joint family with an intention to read his wife's letters. And whenever there is a letter to Nomida, he takes it, opens it, reads it, and does not care to give it to Nomida. He does it deliberately. അബദ്ധത്തിലൊന്നും സംഭവിക്കുന്നതല്ല, ഡെലിബറേറ്റ് ആയിട്ട്, നോയിങ് ആയിട്ട്, മനഃപൂർവ്വം സംഭവിക്കുന്നതാണ്. നൊമിത ഹാസ് റിമൈൻഡഡ് ഹിം മെനി ടൈംസ് നോട്ട് ടു റീഡ് ഹെർ ലെറ്റേഴ്സ്. നൊമിത അജിത്തിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കത്ത് വായിക്കരുതെന്ന്. ബട്ട് ഹീ ഗിവ്സ് നോ ഇയേഴ്സ് ടു ഹെർ വേർഡ്സ്. പക്ഷേ അജിത്ത് അവളുടെ വാക്കുകൾ കേൾക്കാറില്ല. അജിത്തിന് അവളുടെ വാക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ നോക്കിക്കേ, മാച്ച് ബോക്സ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശപൂർണ ദേവി ആൻഡ് ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് എ വുമൺ ഇൻ ഹെർ ഫാമിലി. ദ സെൻട്രൽ ക്യാരക്ടർ നൊമിത ഈസ് മാരീഡ് ടു ദ റിച്ച് joint family of Ajit. Her poor and widowed mother was successful in consigning her daughter to a rich joint family because she was so beautiful. And there is a problem. The problem is that Ajit is hesitant to give her the space she deserves. അവൾ അർഹിക്കുന്ന സ്പേസ് കൊടുക്കുന്നില്ല. He always looks down upon her and laughs at her. എപ്പോഴും അവളെ വില കുറച്ചാണ് കാണുന്നത്. And he never cares for her feelings. അവളുടെ ഫീലിങ്സിനെ അജിത്ത് ഒരിക്കലും കെയർ ചെയ്യാറില്ല. Ajit possesses the key to the letterbox of the joint family with an intention to read his wife's letters. തൻ്റെ ഭാര്യയുടെ കത്ത് വായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അജിത്ത് ആ ലെറ്റർ ബോക്സിൻ്റെ കീ കൈക്കലാക്കി. And he couldn't find anything suspicious for the past 6 months. കഴിഞ്ഞ 6 മാസമായിട്ട് സസ്പിഷ്യസ് ആയിട്ട് ഒന്നും കാണുന്നില്ല. But whenever there is a letter to നൊമിത, എപ്പോഴൊക്കെ നൊമിതയ്ക്ക് ഒരു കത്തുണ്ടോ, he takes it, opens it, reads it and does not care to hand it over to നൊമിത. അജിത്ത് അത് എടുക്കും, ഓപ്പൺ ചെയ്യും, റീഡ് ചെയ്യും. നൊമിതയ്ക്ക് കൊടുക്കാൻ അജിത്ത് തയ്യാറാവില്ല. And നൊമിത ഹാസ് warned him several times. നൊമിത അജിത്തിനെ പലതവണ വാൺ ചെയ്തു, not to read her letters, not to open her letters. തൻ്റെ കത്തുകൾ വായിക്കരുത് എന്ന് നൊമിത പലതവണ വാൺ ചെയ്യും. But he gives no ears to her. അജിത്ത് അവളുടെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാറില്ല. And what happens? Suddenly something happens. അജിത്ത് സ്ഥിരം വായിക്കുന്നതാണ്, പെട്ടെന്നൊരു കാര്യം സംഭവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ലാസ്റ്റ് ടൈം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈം കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞ് വേണം നമ്മൾ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ. ലാസ്റ്റ് ടൈം when Nomida sees a folded letter in Ajit's pockets, he questions it. അജിത്തിന്റെ പോക്കറ്റിൽ ഒരു ഫോൾഡഡ് ലെറ്റർ കണ്ടപ്പോൾ നൊമിത അജിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു.
The letter was sent to her by her mother and was received 3 days earlier. Letter അമ്മ അയച്ചതാണ് and it has been 3 days since the letter has arrived. Letter വന്നിട്ട് 3 ദിവസമായി. It leads to a quarrel between both. It leads to a quarrel between both. രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്നു. And when she becomes helpless, she puts fire on her sari. അവൾ ഹെൽപ്ലെസ് ആവുന്നു, അവൾ സാരിക്ക് തീ കൊടുക്കുന്നു. അജിത് manages to put out the fire. അജിത്ത് ഒരു വിധത്തിൽ ആ തീ അണയ്ക്കുന്നു. He has never expected something like this from his wife. തൻ്റെ വൈഫിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം അജിത്ത് പ്രതീക്ഷിച്ചതേ ഇല്ല. He becomes fearful and he tries to pacify the situation. അജിത്ത് പേടിച്ചിട്ട് സിറ്റുവേഷൻ പെസിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നോക്കിക്കേ, ലാസ്റ്റ് ടൈം when Nomida sees a folded letter in Ajit's pocket, she questions him. The letter was sent to her by her mother and it has been 3 days since the letter has arrived. It leads to a quarrel between both. Nomida becomes helpless and she puts fire on her sari. And Ajit has never expected something like this. So he somehow puts out the fire. And she becomes ready to kill herself and proves that she is ready to break the shackles of marital slavery. Marital slavery, വിവാഹ ബന്ധം മൂലമുള്ള അടിമത്തത്തിൻ്റെ ഷാക്കിൾസ്, ചെങ്ങലകളെ ബ്രേക്ക് ചെയ്യാൻ താൻ തയ്യാറാണെന്ന് നൊമിത വിളിച്ചു പറയുന്നു. She becomes ready to kill herself and to prove that she is ready to break the shackles of marital slavery. Soon she becomes normal and engages in household activities. That is why Ashapurna Devi compares women to matchboxes. Though she was ready to kill herself, she soon becomes normal and she engages in household activities. Normal ആയിട്ട് household activities എൻഗേജ് ചെയ്യുകയാണ് നൊമിത ചെയ്യുന്നത്. And Ajit and Nomida have quarrels often. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും, എസ്പെഷ്യലി റിഗാർഡിംഗ് ദി ഇഷ്യൂ ഓഫ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിൻ്റെ കേസിൽ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും. അറ്റ് ഫസ്റ്റ് ഹി ഡസ് നോട്ട് ബോദർ വാട്ട് ഷീ സേസ്. ആദ്യം അജിത്ത് അവൾ പറയുന്നത് ബോദർ ചെയ്യത്തില്ല. ഹി അവോയ്ഡ്സ് ഹർ. ഇഫ് ഷീ പെർസിസ്റ്റ്, ഇഫ് ഷീ കണ്ടിന്യൂസ്, അവൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. അജിത്ത് അത് ചിരിച്ചു തള്ളാൻ ശ്രമിക്കും. ആൻഡ് ഇഫ് ലാഫ്റ്റർ ഡസ് നോട്ട് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹി കോൾസ് ഹർ. ചിരി കൊണ്ട് കാര്യമില്ലെങ്കിൽ അവനെ വഴക്ക് പറയും. ഹി ഈവൻ കോൾസ് ഹർ എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. എന്ത് വിളിക്കും? ചാണകം വാരുന്ന ഒരാളുടെ മകൾ എന്ന് വരെ നൊമിതയെ വിളിക്കും. നോക്കിക്കേ, അജിത്ത് ആൻഡ് നൊമിത, they have quarrels often, especially regarding the issue of letters. And whenever there is a quarrel, Ajit wins the quarrels. And what happens when Nomida points out the thing to him, he does not bother to her. Then he tries to laugh it away. And if laughter does not help him, he scolds her. And he even calls her a dung picker's daughter. Ajit uses abusive words when he mentions something about her mother. അജിത്ത് നൊമിതയുടെ അമ്മയെ പറ്റി അബ്യൂസീവ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഷി യൂസ് ടു സ്റ്റാൻഡ് ഓൾ സച്ച് അബ്യൂസീവ് വേർഡ്സ് ബിക്കോസ് ഷി ഓൾവേസ് ഫിയർഡ് എ റോ മീൻസ് ക്വാറൽ. എപ്പോഴും നൊമിതയ്ക്ക് ഒരു ഭയമുണ്ട് വഴക്ക് നടക്കുമെന്ന്. അതുകൊണ്ട് നൊമിത ഈ അബ്യൂസീവ് വേർഡ്സ് എല്ലാം, ഈ ചീത്ത വാക്കുകളെല്ലാം സഹിക്കുകയാണ്. ഹെൻസ് ഹി ഓൾവേസ് വൺ ദ ക്വാറൽസ്. അതുകൊണ്ട് ഹി ഓൾവേസ് വിൻസ് ദ ക്വാറൽസ്. അജിത്ത് എല്ലായ്പ്പോഴും ആ ക്വാറൽസ് വിൻ ചെയ്യാറുണ്ട്. ഹി ഓൾവേസ് വിൻസ് ദ ക്വാറൽസ്. ദിസ് ടൈം ഹി ഓൾസോ ബിക്കംസ് അഫ്രൈഡ് ഓഫ് എ റോ. ഇപ്പോൾ അജിത്തിനും ഭയമായി. ഹി ബിക്കംസ് ഫിയർഫുൾ ആൻഡ് നൊമിത ഗോസ് ദ എക്സ്റ്റെൻഡ് ഓഫ് ബേണിംഗ് ഹെർ സാരി. നൊമിത അവളുടെ സാരി കത്തിക്കുന്ന തലത്തിലേക്ക് ഉയർന്നപ്പോൾ അജിത്തിന് ഭയം തോന്നുകയാണ്. ഫ്രം നൗ ഓൺവേർഡ്സ് there might be a fear element in his mind and he will start respecting her. Now onwards Ajit will keep a fear element in his mind. അജിത്തിൻ്റെ മനസ്സിൽ ഒരു ഫിയർ എലമെന്റ് ഉണ്ടാവും and he will keep on respecting his wife. അജിത്ത് തൻ്റെ വൈഫിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. And this is the feeling that every woman should give their husbands. ഇത് തന്നെയാണ് ഓരോ സ്ത്രീയും അവരുടെ ഹസ്ബൻഡിന് കൊടുക്കേണ്ട ഫീലിംഗ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, പക്ഷേ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ എഴുതേണ്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട് തന്നിരിക്കുന്നത്. ബട്ട് സമ്മറി നിങ്ങൾ ശ്രദ്ധിക്കുക. മാച്ച് ബോക്സ് is a short story written by Ashapurna Devi. And the central theme of the story is the status of a woman in her family. Nomida, the central character in the matchbox, is married to the rich family of Ajit. Her poor and widowed mother was successful in consigning her daughter to the rich joint family of Ajit because she was beautiful. But she has problems in that household. What is the problem? Her husband is suspicious about her. He always looks down upon her
He always laughs at her and he never cares for her feelings. He doesn't give her the space she deserves. And whenever there is a letter for Nomida, Ajit takes it, reads it, and he doesn't give it over to Nomida. So they have quarrels regarding the issue of letters. Nomida has warned him several times not to read her letters, but still he reads her letters and he does it deliberately. Last time, when there is a quarrel between Nomida and Ajit, Nomida goes to the extent of burning her sari, and she proves that she is ready to kill herself to break the shackles of marital slavery. Ajit and Nomida, they have quarrels often regarding the issue of letters. But Ajit does not bother to what she says. Then he tries to laugh it away, and if laughter does not help him, he would scold her. So always Ajit would win the quarrels. But this time, Nomida goes to the extent of burning her sari and Ajit becomes fearful. So this is the fear that every woman should give their husbands. That is a story. ഈ സ്റ്റോറിയിൽ ഇനി നമുക്ക് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഒപ്പം നൊമിതാസ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ആദ്യത്തെ ക്യാരക്ടർ സ്കെച്ച് നൊമിതയാണ്. ശരിക്കും 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാവുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് തരുന്നത്. എന്നാൽ 4 മാർക്കിനാണ് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും ആവശ്യമില്ല. പക്ഷെ 6 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് എങ്ങനെ ഷോർട്ടാക്കി എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നൊമിത ആരാ? ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ആശാപൂർണ ദേവീസ് മാച്ച് ബോക്സ്. ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന കഥയിലെ സെൻട്രൽ ക്യാരക്ടറാണ് ആര്? നൊമിത. ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫ്. ഒരു തനി ഇന്ത്യൻ ഹൗസ് വൈഫാണ് നൊമിത. നൊമിത, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ആശാപൂർണ ദേവീസ് മാച്ച് ബോക്സ്, is a typical Indian housewife. She is bound to sacrifice her ambitions and hopes. She is bound to sacrifice. ഉപേക്ഷിക്കേണ്ടി വരികയാണ്, ഉപേക്ഷിക്കാൻ ബാധ്യതയാവുകയാണ് അവൾക്ക്. എന്തിനു വേണ്ടി? ടു ലിവ് ഇൻ എ റിച്ച് ഹൗസ് ഹോൾഡ്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജീവിക്കാനായിട്ട് തൻ്റെ ഹോപ്സിനെയും അംബീഷൻസിനെയും സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് നൊമിത. നോക്കിക്കേ, നൊമിത is bound to sacrifice many of her hopes and ambitions in order to live in a rich household. So Nomida, the central character in Ashapurna Devi's Matchbox, is a typical Indian housewife, and she is bound to sacrifice many of her hopes and ambitions in order to live in a rich household. Okay, her poor and widowed mother was successful in consigning her to the rich joint family of Ajit. നമ്മൾ കഴിഞ്ഞ സമ്മറിയിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. her mother, her poor and widowed mother, അവളുടെ വിധവയായ അമ്മ, she was successful in consigning her, in sending her to the rich family of Ajit. Why? Because Nomida was very beautiful. Ajit marries Nomida only because she is beautiful. Nomida sundari ആയതുകൊണ്ടാണ് അജിത്ത് നൊമിതയെ മാരി ചെയ്യുന്നത്. നോക്കിക്കേ, Nomida's mother was successful in sending her to the rich joint family of Ajit on the strength of her looks alone. Now the problem, ഇത് നമുക്ക് നൊമിതയുടെ ക്യാരക്ടറിൽ എഴുതാം, അജിത്തിൻ്റെ ക്യാരക്ടറിൽ എഴുതാം, സമ്മറിയിൽ എഴുതാം. എന്താണ് പ്രോബ്ലം? അജിത്ത് ഈസ് ഹെസിറ്റന്റ് ടു ഗിവ് ഹെർ ദ സ്പേസ് ഷീ ഡിസേർവ്സ്. അവൾ ഡിസേർവ് ചെയ്യുന്ന സ്പേസ് കൊടുക്കുവാനായിട്ട് അജിത്ത് തയ്യാറല്ല. അജിത്ത് ഈസ് ഹെസിറ്റന്റ്, മടിയാണ്, ടു ഗിവ് ദ സ്പേസ് ഷീ ഡിസേർവ്സ്. പിന്നെയോ, ഹി ഓൾവേസ് ലുക്സ് ഡൗൺ അപ്പോൺ ഹെർ. എന്താ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് വെച്ചാൽ വില കുറച്ച് കാണുക. ആൻഡ് ലാഫ്സ് അറ്റ് ഹെർ. എന്തോ ലാഫ് അറ്റ് എന്ന് വെച്ചാൽ കളിയാക്കുക. He always looks down upon her and laughs at her. He never cares for her feelings. അവളുടെ ഫീലിങ്സിനെ അജിത്ത് ഒരിക്കലും മനസ്സിലേക്ക് സ്വീകരിക്കില്ല. നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ അത് ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ ഫീലിങ്സിന് പ്രസക്തിയുണ്ട്. ഒരു സാധാ റിലേഷൻഷിപ്പാണ് അവിടെ ഫീലിങ്സിന് പ്രസക്തിയില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അക്വൈൻറ്റൻസ്, ജസ്റ്റ് ഒരു റിലേറ്റീവ്, അവിടെ വലിയ ഫീലിങ്സിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഫീലിങ്സിന് വലിയ പ്രാധാന്യമുണ്ട്. പരസ്പരം ഫീലിങ്സിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ അടിത്തറയാണ്. ഫീലിങ്സിന് വളരെ പ്രാധാന്യം കൊടുക്കണം. സോ ഹിയർ അജിത്ത് നെവർ കെയർസ് ഫോർ നൊമിതാസ് ഫീലിങ്സ്. നൊമിതയുടെ ഫീലിങ്ങിനെ അജിത്ത് ഒരിക്കലും കെയർ ചെയ്യാറില്ല. ആൻഡ് ഹീ ഈസ് സസ്പീഷ്യസ് ഓഫ് ഹർ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും സഹിക്കാൻ ഏറ്റവും കഴിയാത്തൊരു കാര്യമാണ് ബീയിങ് സസ്പീഷ്യസ്. And Ajit
is suspicious about her even after living together for 6 months. Or months under Ajit is suspicious about Nomida even after living together for 6 months. 6 മാസം ഒരുമിച്ച് ജീവിച്ചിട്ട് അജിത്തിന് നമിതയെ സംശയമാണ്. Why? Because she is beautiful. സുന്ദരിയാണ് ഭാര്യ. She tries to adjust with him the maximum. അജിത്തിനൊപ്പം പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമിത ശ്രദ്ധിക്കുന്നു. So look at that. Ajit is hesitant to give her the space she deserves. He always looks down upon her. He laughs at her. He never cares for her feelings. He is suspicious of her even after living together for 6 months. Ajit possesses the key to the letterbox of the joint family with an intention to read Nomida's letters. Ajit keeps the key to the letterbox in order to read Nomida's letters. Nomidയുടെ കത്ത് വായിക്കാൻ വേണ്ടി ലെറ്റർ ബോക്സിൻ്റെ കീ അജിത്ത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. Though there is nothing suspicious, സംശയാസ്പദമായിട്ട് ഇന്നും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും he opens her letters, അവളുടെ കത്ത് തുറക്കും, reads them, വായിക്കും, doesn't care to hand them over to her, അവൾക്കത് കൊടുക്കത്തുമില്ല. And he does it deliberately, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. And Nomida does not hesitate to express her anger. Nomida always expresses her anger. Nomida അവളുടെ മനസ്സിലുള്ള ദേഷ്യം തുറന്നു കാണിക്കും. Nomida has reminded him many times not to read her letters. നോമിത അജിത്തിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് റീഡ് മൈ ലെറ്റേഴ്സ് എന്ന്. അജിത്ത് കേൾക്കില്ല. അപ്പം നമ്മൾ നോക്കിക്കേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ. അജിത്ത് കീപ്സ് ദ കീ ടു ദ ലെറ്റർ ബോക്സ് ഓഫ് ദ ജോയിന്റ് ഫാമിലി ബിക്കോസ് ഹി ഹാസ് ആൻ ഇന്റൻഷൻ ടു റീഡ് ഹിസ് വൈഫ്സ് ലെറ്റേഴ്സ് ആൻഡ് ഹി റീഡ്സ് ഹിസ് വൈഫ്സ് ലെറ്റേഴ്സ് ബിക്കോസ് ഹി ഈസ് സസ്പിഷ്യസ് അബൌട്ട് ഹർ ആൻഡ് ദേ വെർ ലിവിങ് ടുഗെദർ ഓർ ദേ ഹാവ് ബീൻ ലിവിങ് ടുഗെദർ ഫോർ 6 months and he couldn't find anything suspicious. Still, he takes her letters, opens it, reads them, and does not give it to her. And Nomida, she expresses her anger, and she has warned him many times not to read her letters, but he keeps on doing the same thing. Ajit adu thanne ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Nomida loves her mother very much. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആ വ്യക്തിയുടെ ക്യാരക്ടറിൻ്റെ ഓരോ ആസ്പെക്റ്റും എഴുതണം. നോമിതയ്ക്ക് അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അടുത്തത് നമ്മൾ എഴുതുക. നോമിത ലവ്സ് ഹെർ മദർ വെരി മച്ച്. നോമിതയ്ക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ഷീ ലൂസസ് ഹെർ പ്രൈഡ് ഓൺലി ബിക്കോസ് ഓഫ് ഹെർ മദർ. പക്ഷെ അവൾക്ക് അവളുടെ പ്രൈഡ്, അവളുടെ അഭിമാനം, സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്നത് അമ്മ കാരണമാണ്. ഷീ വോൺസ് ഹെർ മദർ നോട്ട് ടു സെൻഡ് ഹെർ ലെറ്റേഴ്സ് ആസ്കിംഗ് ഫോർ മണി. പണം ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് കത്തയക്കരുതെന്ന് അവൾ അമ്മയോട് പലതവണ പറയും. യെറ്റ് ഷീ മാനേജ് ടു പുൾ ഔട്ട് ലിറ്റിൽ മണി ടു സെൻഡ് ഹെർ മദർ. എന്നിട്ടും അവൾ കുറച്ച് പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് നോമിതയും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നോമിത ലവ്സ് ഹെർ മദർ വെരി മച്ച്. ഷീ കെയേഴ്സ് ഫോർ ഹെർ മദർ ബട്ട് ഷീ ലൂസസ് ഹെർ സെൽഫ് റെസ്പെക്ട്. ഷീ ലൂസസ് ഹെർ പ്രൈഡ് ഓൺലി ബിക്കോസ് ഓഫ് ഹെർ മദർ. She warned her several times not to write her on postcards, not to write her asking for money, but her mother continues to do so. And still Nomida helps her by giving her some money. Ajit uses abusive words on her mother, but she stands all such abusive words. Ajit uses abusive words, ചീത്ത വാക്കുകളാണ് അമ്മയെ പറ്റി ഉപയോഗിക്കുന്നത്, but she stands all of them. അവൾ അതെല്ലാം സ്റ്റാൻഡ് ചെയ്യും. ഷീ ഓൾവേസ് ഫിയേഴ്സ് എ റോ സിൻസ് ഇറ്റ്സ് എ ജോയിൻറ്റ് ഫാമിലി. റോ മീൻസ് വഴക്ക്. അവൾക്ക് ഇതൊരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് അവിടെ വഴക്കുണ്ടാവുന്നത് ഭയമാണ്. സോ അജിത്ത് ഓൾവേസ് വിൻസ് ക്വാറൽസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള വഴക്കുകൾ എപ്പോഴും വിജയിക്കുന്നത് ആരാണ്? അജിത്താണ്. അജിത്ത് ഓൾവേസ് വിൻസ് ക്വാറൽസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള വഴക്ക് എപ്പോഴും വിജയിക്കുന്നത് അജിത്താണ്. ലാസ്റ്റ് ടൈം വെൻ അജിത്ത് കീപ്സ് ഹെർ മദേഴ്സ് ലെറ്റർ വിത്ത് ഹിം ഷീ ബേൺസ് ഔട്ട് വിത്ത് ആങ്കർ. ലാസ്റ്റ് ടൈം കഴിഞ്ഞ തവണ അജിത്ത് അമ്മയുടെ കത്ത് കൈക്കൽ വെക്കുമ്പോൾ ഷീ ബേൺസ് ഔട്ട് വിത്ത് ആങ്കർ. അവൾ വളരെ ദേഷ്യത്തിൽ അജിത്തിനോട് ചൂടാവും. ഷീ ഈവൻ ഗോസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ബേണിംഗ് ഹെർ സാരി. അവളുടെ സാരി കത്തിക്കുന്ന തലത്തിലേക്ക് മാറുന്നു. ആൻഡ് ഷീ ഗിവ്സ് ദ മെസ്സേജ് ദാറ്റ് ഷീ ഈസ് റെഡി ടു കിൽ ഹെർ സെൽഫ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് മാരിറ്റൽ സ്ലേവറി. നമ്മുടെ സമ്മറി പറഞ്ഞ അതേ പോയിന്റാണ്. She proves that by going to the extent of burning her sari, she proves that she is ready. She is ready to end her marital life. She is ready to end her life of marital slavery. But her anger remains only for some time. Soon she becomes normal. That is the problem with her. Her anger remains
only for few minutes and she becomes normal. ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇവിടെ എഴുതാം. നൊമിത എവിടെയെങ്കിലും എഴുതി ചേർക്കുക. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്. നൊമിത മനസ്സിലുള്ളത് തുറന്നു പറയും. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്. നൊമിത മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ്. ഇവിടെ ചേർക്കരുത്, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ വേണം ചേർക്കാനായിട്ട്. Nomida is a representative of Indian woman who has enough gunpowder to aflame the whole world but finds her time in the kitchen or in the pantry. Nomida is a typical Indian housewife. Nomida ഒരു തനി ഇന്ത്യൻ ഹൗസ് വൈഫാണ്. She has enough gunpowder to aflame the whole world. ലോകം മുഴുവൻ ചുട്ടരിക്കാനുള്ള ഗൺ പൗഡർ ഉണ്ടായിട്ടും she finds her time in the kitchen or in the pantry. അവൾ കിച്ചണിലോ പാൻട്രിയിലോ ബെഡ്റൂമിലോ ഇരിക്കുകയാണ്. അവൾ aflame ചെയ്യാനൊന്നും പോകാറില്ല. She is a typical Indian housewife who becomes ready to be enslaved in the kitchen. She herself becomes ready to be enslaved in the kitchen. കിച്ചണിൽ എൻസ്ലേവ്ഡ് ആവാൻ നൊമിത സ്വയം തയ്യാറാവുകയാണ്. ആശാപൂർണദേവി പോർട്രേസ് കളർലെസ്. ആശാപൂർണദേവി നൊമിതയെ പോർട്രേ ചെയ്യുന്നത് കളർലെസ് ആയിട്ടാണ്. വിതൗട്ട് ദ ഹ്യൂസ് ഓഫ് ലൈഫ്. വിതൗട്ട് ദ ഹ്യൂസ് ഓഫ് എ ഹാപ്പി ലൈഫ്. ഒരു ഹാപ്പി ലൈഫിൻ്റെ നിറങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഗന്ധങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ആശാപൂർണദേവി നൊമിതയെ പോർട്രേ ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദാറ്റ്. ആശാപൂർണദേവി പോർട്രേസ് നൊമിത ആസ് കളർലെസ് വിതൗട്ട് ദ ഹ്യൂസ് ഓഫ് ലൈഫ്. Again, she is depicted as meek and as innocent woman when there is a volcano burning inside. So there is a volcano burning inside Nomida. Nomidയുടെ ഉള്ളിൽ ഒരു വോൾക്കാനോ ബേൺ ചെയ്യുമ്പോഴും ആശാപൂർണദേവി പോർട്രേസ് ഹർ ആസ് meek and innocent. ദുർബലയും നിഷ്കളങ്കയുമായിട്ടാണ് നൊമിതയെ ആശാപൂർണദേവി പോർട്രേ ചെയ്യുന്നത്. So Nomida is depicted as meek and innocent even when there is a volcano burning inside her. She can tear off the mask of her husband's high-mindedness and large-heartedness, but she doesn't. അവൾക്ക് ഹസ്ബൻഡിൻ്റെ ഹൈ മൈൻഡഡ്നെസ്സോ ലാർജ് ഹാർട്ടഡ്നെസ്സോ അതിൻ്റെ മാസ്ക് ബേൺ അവേ ചെയ്യാം. ബട്ട് ഷീ ഡസിൻ. പക്ഷെ അവളത് ചെയ്യാറില്ല. വൈ? ബിക്കോസ് ഷീ ഡസിൻ വോണ്ട് ടു ഡിസ്ട്രോയ് ഹെർ മാരീഡ് ലൈഫ്. അവൾക്ക് അവളുടെ മാരീഡ് ലൈഫ് ഡിസ്ട്രോയ് ചെയ്യേണ്ട. And she proves to be a prototype of Indian woman who is meek as a lamb. ഒരു ലാമ്പിനെ പോലെ, ഒരു ആടിനെ പോലെ നിഷ്കളങ്കയായ ഒരു ഇന്ത്യൻ ഹൗസ് വൈഫിൻ്റെ പ്രോട്ടോടൈപ്പാണ് ആര്? നൊമിത. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസറാണ്. ഇത്രയൊന്നും നമ്മൾ എഴുതണമെന്നൊന്നുമില്ല. നോക്കുക, നൊമിത the central character in Ashaburnadevi's matchbox is a typical Indian housewife, and she is bound to sacrifice her ambitions and hopes in order to live in a rich household. And പിന്നെ കഥ പറയുക. Her poor and widowed mother was successful in sending her to the rich family of Ajit because she was beautiful. And there she faces many problems. Ajit is hesitant to give her the space she deserves. Ajit always looks down upon her. Ajit always laughs at her. He doesn't care her feelings. And he is suspicious about her. He even keeps the key to the letterbox of the joint family in order to read his wife's letters. And whenever there is a letter to her, he takes it, opens it, reads it, and does not give it to Nomida. Nomida has warned him several times not to read her letters, but he keeps on doing that. And Ajit uses abusive words on her mother, and she stands all such abusive words. Nomida, ഇനി നൊമിതയുടെ ബാക്കി കാര്യം പറയാം. Nomida loves and cares her mother very much. Nomida loses her pride because of her mother. Still, she loves her mother and she helps her mother. Last time, when there is a quarrel between Nomida and Ajit, അവിടെ നമുക്കൊരു കാര്യം കൂടെ പറയാം. Whenever there is a quarrel between Nomida and Ajit, Nomida fails. Why? Because she is afraid of a row. It is a joint family. Joint family ആയതുകൊണ്ട് അവളൊരു വഴക്കിനെ പറ്റി ദുഃഖിതയായതുകൊണ്ട്, പേടിയുള്ളതുകൊണ്ട് അജിത്ത് ഓൾവേസ് വിൻസ് എ ക്വാറൽസ്. അജിത്താണ് എല്ലായ്പ്പോഴും ആ ക്വാറൽ വിൻ ചെയ്യുന്നത്. ആൻഡ് നൊമിത ഓൾവേസ് സ്പീക്സ് അപ്പ് ഹെർ മൈൻഡ്. മനസ്സിൽ വരുന്നതൊക്കെ വിളിച്ച് പറയാറുണ്ട്. ഷീ എക്സ്പ്രസസ് ഹെർ ആങ്കർ. അവളുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ആൻഡ് ലാസ്റ്റ് ടൈം വെൻ ദർ ഇസ് എ ക്വാറൽ ബിറ്റ്വീൻ അജിത്ത് ആൻഡ് നൊമിത ഗോസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ബേണിംഗ് ഹെർ സാരി. അവൾ സാരി കത്തിക്കുന്ന ലെവലിലേക്ക് പോയിട്ട് ഷീ പ്രൂവ്സ് ദാറ്റ് she is ready to break the shackles of marital slavery. Marital slaveryയുടെ shackles break ചെയ്യാൻ താൻ തയ്യാറാണെന്ന് നൊമിത വിളിച്ചു പറയും. And Nomida is a representative of an Indian woman who has enough gunpowder to aflame the whole world but finds her time in the kitchen or in the bedroom. And she is a typical Indian housewife who becomes ready to be enslaved in the kitchen. Ashaburnadevi portrays her colorless without the hues of life. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ഏതെങ്കിലും ഒക്കെ എഴുതിയാൽ മതി.
And again, she is depicted as meek and innocent even when there is a volcano burning inside her, and she is not ready to burn away her husband's mask of high-mindedness and large-heartedness, and she proves to be a prototype of an Indian woman who is meek as a lamb. I hope it is clear. നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനും മാത്രമുള്ള പോയിന്റ്സ് ഒന്നുമില്ല, നല്ലൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നൊമിതാസ് മദർ. അപ്പോൾ നൊമിതാസ് മദർ ആരാ? ഈസ് എ പുവർ ആൻഡ് ഇൻഡിജൻ വിഡോ. വളരെ പാവപ്പെട്ട ഇൻഡിജൻ്റ് ആയിട്ടുള്ള, ആരോരും അഭയമില്ലാത്ത ഒരു സ്ത്രീയാണ്. ഇൻഡിജൻ മീൻസ് ആരോരും അഭയമില്ലാത്ത ഒരു സ്ത്രീയാണ് നൊമിതയുടെ അമ്മ. ആൻഡ് വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ ഷീ മാനേജസ് ടു ഗ്രോ നൊമിത. ഹസ്ബൻഡ് സണ്ണും ഇല്ലാതെ അവർ നൊമിതയെ വളർത്തുന്നു. ആൻഡ് ഈസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽതി ഫാമിലി. തൻ്റെ മകളെ ഒരു വെൽതി ആയിട്ടുള്ള, ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് അയക്കുന്നതിൽ അവർ സക്സസ്ഫുൾ ആവുന്നു. ആൻഡ് ഷീ നോസ് ദ ടാക്ടിക്സ് ടു മേക്ക് എ ലിവിങ്. ഇതൊരു ജീവിക്കാൻ ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും ടാക്ടിക്സും നൊമിതയുടെ അമ്മയ്ക്ക് അറിയാം. So Nomida's mother is a poor and indigent widow. Without her husband and son, she manages to grow Nomida, and she is successful in consigning her daughter to a rich family, and she knows the tactics to make a living. She is a pompous lady. അവരൊരു പൊങ്ങച്ചക്കാരിയാണ്. She always speaks about her adventures in life. എല്ലായ്പ്പോഴും തൻ്റെ ലൈഫിലെ അഡ്വഞ്ചേഴ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊങ്ങച്ചക്കാരിയായ സ്ത്രീയാണ് നൊമിതയുടെ അമ്മ. Her mother is a pompous lady who always speaks about her adventures in life. She does not waste a single chance to boast of her skill in sending her daughter to a rich family. തൻ്റെ മകളെ ഒരു റിച്ച് ഫാമിലിയിലേക്ക് അയക്കാൻ ഉള്ള അവരുപയോഗിച്ച സ്കില്ലിനെ ബോസ്റ്റ് ഓഫ് ചെയ്യാൻ, പൊക്കി പറയാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല. She is a pompous lady who always speaks about her adventures in life, and she never wastes a single chance to boast of her skill in sending her daughter to a rich family. She takes pride in saying that her daughter is a queen and her son-in-law high-minded and large-hearted. She always says that her daughter is a queen. തൻ്റെ മകൾ ഒരു രാജ്ഞിയാണ്. Her son-in-law a high-minded and large-hearted. വളരെ വിശാല ഹൃദയനും ഉന്നത കുലത്തിൽ ജനിച്ച ആളുമൊക്കെയാണ് എന്നൊക്കെ അവർ എപ്പോഴും പറയും. She takes pride in saying that her daughter is a queen and her son-in-law high-minded and large-hearted. She tries to make a living by trick. തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നൊമിതയുടെ അമ്മ. She used to write on postcards to Nomida regarding her hardships. തൻ്റെ ഹാർഡ്ഷിപ്പുകളെ പറ്റി, തൻ്റെ പ്രയാസങ്ങളെ പറ്റി നൊമിതയ്ക്ക് അവർ പോസ്റ്റ് കാർഡിലാണ് എഴുതാറുണ്ടായിരുന്നത്. She puts the record of her various hardships in her letters to Nomida. നൊമിതയ്ക്കുള്ള ലെറ്റേഴ്സിൽ she puts on record of her various hardships. തൻ്റെ ഹാർഡ്ഷിപ്പുകളെ പറ്റിയുള്ള റെക്കോർഡാണ് അവർ എഴുതി വിടുക. She has misfortune upon misfortune. ഭാഗ്യക്കേടിൻ്റെ പുറത്ത് ഭാഗ്യക്കേട്. The ceiling of her room is cracked. തൻ്റെ റൂമിൻ്റെ സീലിംഗ് പൊട്ടി തകരുന്നു. Rain water falls through in ceaseless streams. മഴവെള്ളം ഇങ്ങനെ നിർത്താതെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. She exaggerates that she would die crushed under the weight of a collapsed roof. താന് ഒരു തകർന്നു പോയ റൂഫിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോകും എന്ന് വരെ അവർ പറയുന്നു. And does not fear such a thing would happen. പക്ഷെ അങ്ങനത്തെ സംഭവം നടക്കത്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. So Nomida forbids her from writing letters asking for money. പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് അയക്കുന്നതിൽ നിന്ന് നൊമിത അമ്മയെ വിലക്കുന്നുണ്ട് എങ്കിലും she continues to do the same. അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She focuses on making a living rather than keeping pride. സ്വന്തം അഭിമാനം കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? She focuses on making a living. ജീവിക്കുന്നതിനാണ് പ്രാധാന്യം. അഭിമാനത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. എങ്ങനെ ജീവിക്കാമെന്നാണ് ആൾക്കാർ നോക്കേണ്ടത്. And Ajit often laughs at her nature. അജിത്ത് അവരുടെ നേച്ചറിനെ കളിയാക്കാറുണ്ട്. Whenever he sees a letter from him, അജിത്ത് നൊമിതയുടെ മദറിൻ്റെ ഒരു കത്ത് കാണുമ്പോൾ he says another handful of cash for this. വീണ്ടും കുറച്ച് കാശ്. He considers her as a dung picker. ഒരു ചാണകം വാരുന്ന ഒരാളായിട്ടാണ് അജിത്ത് നൊമിതയുടെ അമ്മയെ കാണുന്നത്. ബട്ട് ഓൺ ദ അതർ സൈഡ്, മറുവശത്ത്, ഷീ ഈസ് പ്രൗഡ് അബൌട്ട് ഹർ റിച്ച് സൺ ഇൻ ലോ. അവർ തൻ്റെ റിച്ചായിട്ടുള്ള മരുമകനെ പറ്റി ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ നൊമിതയുടെ മദറിൻ്റെ ക്യാരക്ടർ നമുക്കൊന്നുകൂടെ നോക്കാം. നൊമിതാസ് മദർ ഈസ് എ പുവർ ആൻഡ് ഇൻഡിജൻ വിഡോ. വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ ഷീ ഗ്രോസ് നൊമിത ആൻഡ് ഷീ ഈസ് സക്സസ്ഫുൾ ഇൻ സെൻഡിങ് ഹർ ഡോട്ടർ ടു എ റിച്ച് ഫാമിലി ആൻഡ് ഷീ നോസ് ദ ടാക്ടിക്സ് ടു മേക്ക് എ living. She is a pompous lady who always speaks about her adventures in life, and she does not waste a single chance to boast of her skill in sending her daughter to a rich family. She takes pride in saying that her daughter is a queen and her daughter is a queen
and her son-in-law high-minded and large-hearted. She tries to make a living by trick. She used to write on postcards to Nomida regarding her hardships. She puts on records her various hardships like misfortune upon misfortune, the ceiling of the roof is cracked and rainwater falls in ceaseless streams and she would die crushed under a collapsed roof. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. And Nomida forbids her from writing letters on postcards or writing letters asking for money. പോസ്റ്റ് എഴുതുന്നതും പണം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്നതും നൊമിത വിലക്കുന്നു. ബട്ട് ഷീ കണ്ടിന്യൂസ് ടു സെൻഡ് ഹെർ ലെറ്റേഴ്സ് ആസ്കിങ് ഫോർ മണി. പണം ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഷീ ഡസ് നോട്ട് ഫോക്കസ് ഓൺ കീപ്പിംഗ് പ്രൈഡ്, ഷീ ഫോക്കസസ് ഓൺ മേക്കിംഗ് എ ലിവിങ്. പണം ഉണ്ടാക്കുന്നതിലാണ്, ലിവിങ് നടത്തുന്നതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അജിത് ലാവ്സ് അറ്റ് ഹെർ നേച്ചർ. ഹി ഈവൻ കൺസിഡേഴ്സ് ഹെർ ആസ് എ ഡങ് പിക്കർ. ഡങ് പിക്കർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് whenever he sees a letter from her, he says another handful of cash for this. And she is proud about her rich son-in-law. That's all about Nomida's mother. Let us move on to the character sketch of Ajit. Another important character sketch. 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് Ajit. The husband of Nomida in the story Matchbox is a typical representative of Indian husbands. Indian husbands-ന്റെ ഒരു ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് അജിത്. അജിത് ദ ഹസ്ബൻഡ് ഓഫ് നൊമിത ഇൻ ദ സ്റ്റോറി ദ മാച്ച് ബോക്സ്. മാച്ച് ബോക്സിലെ നൊമിതയുടെ ഹസ്ബൻഡായിട്ടുള്ള അജിത്ത് ഈസ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യൻ ഹസ്ബൻഡ്സ്. ഇന്ത്യൻ ഹസ്ബൻഡ്സിൻ്റെ ഒരു ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഈ റെപ്രസെൻസ് മെയിൽ ഷോവനിസം. അജിത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിൽ ഷോവനിസം ആണ്, പുരുഷ മേധാവിത്വമാണ്. ഈ കൺസിഡേഴ്സ് ഹിസ് വൈഫ് ആസ് എ സ്ലേവ്. തൻ്റെ ഭാര്യയെ അടിമയായിട്ട് കരുതുന്ന, അടിമത്വം വിചാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള, ഫെമിനിസ്റ്റ് എന്നുള്ളതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് മെയിൽ ഷോവനിസ്റ്റ്, ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ളൊരു പുരുഷനാണ് ആര്? അജിത്ത്. സ്ത്രീകൾ പുരുഷനേക്കാൾ വില കുറഞ്ഞതാണെന്നോ സ്ത്രീക്ക് പുരുഷനൊപ്പം സ്വാതന്ത്ര്യമില്ലെന്നോ ചില പുരുഷന്മാരുടെ മനസ്സിൽ അടിയുറച്ചു പോയൊരു വിശ്വാസമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ? ഹൗ ക്യാൻ എ വുമൺ ബി ഇൻഫീരിയർ ടു എ മാൻ? എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഇൻഫീരിയർ ആവുന്നത്? എന്ത് അളവുകോല് വെച്ചിട്ടാണ് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഇൻഫീരിയർ ആവുന്നത്? നോ വുമൺ ഈസ് ഇൻഫീരിയർ ടു മെൻ. ഇൻഫാക്ട് വുമൺ ആർ സുപ്പീരിയർ ടു മെൻ ബിക്കോസ് ഓഫ് ദ മെൻറ്റാലിറ്റി ദാറ്റ് ദേ ഹാവ്. ആൻഡ് പുരുഷൻ ഇല്ലാത്ത ഒരേ ഒരു ഗുണം അത് സ്ത്രീക്കുണ്ട്. ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യാനും വളർത്താനും ഒരു സ്ത്രീക്കേ സാധിക്കുകയുള്ളൂ. സോ ഒരിക്കലും സ്ത്രീ പുരുഷനേക്കാൾ ഇൻഫീരിയർ അല്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റി ഉണ്ടായി വന്നിരിക്കുന്നത് അങ്ങനെയാണ്. He represents male chauvinism and he considers his wife as a slave. He married Nomida only because she was beautiful. കണ്ടോ, സുന്ദരി ആയതുകൊണ്ടാണ് നൊമിതയെ കല്യാണം കഴിക്കുന്നത്, അല്ല അവളോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല. He married Nomida only because she was beautiful. He belonged to a rich family. Nomida belonged to a poor family. Still he married Nomida because she was beautiful. He is നമ്മൾ മുമ്പേ പറഞ്ഞ അതേ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യാം. He is hesitant to give her the space she deserves. He always looks down upon her and laughs at her. He never cares for her feelings. ഒക്കെ നമുക്ക് എഴുതാം. And he is suspicious about his wife. He keeps the key to the letter box in order to read his wife's letters. അതെല്ലാം സെയിം പോയിന്റ്സ് ആണ്. Though he is not able to find anything wrong with her after life of 6 months together. 6 മാസം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു പ്രോബ്ലം കാണാൻ കഴിയാഞ്ഞിട്ടും he still remains suspicious. ഇപ്പോഴും സംശയാലുവാണ്. She tries to adjust with him the maximum. അവൾ അയാളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നു. ആൻഡ് ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. അജിത്ത് സ്മോക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണ്. ഹി നോസ് സർട്ടൺ ടാക്ടിക്സ് ആസ് വെൽ. അജിത്തിന് ജീവിക്കാനുള്ള പല തന്ത്രങ്ങളും അറിയാം. ഹി ടേക്സ് ദ പൊസഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. ലെറ്റർ ബോക്സിൻ്റെ കീ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് അജിത്ത്. ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് 52 ഹാൻഡ്സ് ഓഫ് ദ ജോയിൻ ഫാമിലി. ജോയിൻ ഫാമിലിയിലെ 52 കരങ്ങൾ, 26 മെമ്പേഴ്സിൻ്റെ കൈകളിൽ എത്തേണ്ട സാധനം അവരുടെ ഒന്നും കയ്യിലെത്താതെ അത് തൻ്റെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് അജിത്ത്. സോ ഹി നോ സർട്ടൻ ടാക്ടിക്സ്. ഹി പോസസ് ദ കീ ടു ദ ലെറ്റർ ബോക്സ് ഓഫ് ദ ജോയിൻ ഫാമിലി ആൻഡ് ഹി ഫിഷ്ഡ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദ 52 ഹാൻഡ്സ് ഓഫ് ദ ജോയിൻ ഫാമിലി. കണ്ടോ, സ്വന്തം ഭാര്യയെ സംശയം തോന്നിയിട്ട് അയാൾ അത്ര തന്ത്രപരമായിട്ട് അത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഹി നെവർ ഹെസിറ്റേറ്റ് ടു ടേക്ക് ദ പൊസഷൻ ഓഫ് ഹിസ് വൈഫ്സ് ലെറ്റേഴ്സ്. തൻ്റെ വൈഫിൻ്റെ ലെറ്റേഴ്സ് കൈക്കലാക്കാൻ അജിത്തിന് ഒരു മടിയുമില്ല.
Though he cannot truthfully make any claim that he has been able to discover any letter suspicious. He cannot truthfully make the claim. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറയാൻ പറ്റില്ല that he has been able to discover any letter in the slightest degree suspicious. ചെറിയ അളവിലെങ്കിലും സംശയാസ്പദമായിട്ട് ഒരു കത്ത് പോലും കിട്ടിയെന്ന് അജിത്തിന് പറയാൻ കഴിയില്ല. ഏതായാലും മൊബൈൽ ഫോണിൻ്റെ കാലത്താവാഞ്ഞത് ഭാഗ്യമായി. അയ്യോ, മൊബൈൽ ഫോണിൻ്റെ കാലത്തായിരുന്നു എന്ത് ചെയ്തേനെ അല്ലേ? ലെറ്ററിൻ്റെ കാലമായിട്ട് ഇത്രയും പ്രശ്നം. So he hasn't been able to find any letter in the slightest degree suspicious. Still, he takes her letters, reads them, and does not give it to her. Nomita has warned him several times not to read her letters. തൻ്റെ കത്ത് വായിക്കരുതെന്ന് ഒരുപാട് തവണ പറയും. But he keeps on doing the same thing. And Ajit and Nomita, they have quarrels often. രണ്ടുപേരും തമ്മിൽ വഴക്കിടാറുണ്ട്, especially regarding the issue of letters. പ്രധാന വിഷയം letters ആണ്. He is so tactful in situations like this. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അജിത്ത് വളരെ ടാക്ടിക്കലാണ്. At first, he does not bother what she says. അവൾ എന്തുവാ പറയുന്നതെന്ന് അജിത്ത് കേൾക്കത്തില്ല, പൊട്ടം കളിക്കും. മിക്ക ഹസ്ബൻഡുമാരുടെ ഒരു രീതി ഇങ്ങനെയാണ്. ആദ്യം ഒന്നും മനസ്സിലാവാത്ത രീതി പൊട്ടം കളിക്കും. If she persists, വീണ്ടും തുടരുകയാണെങ്കിൽ he tries to laugh it away. അത് ചിരിച്ചു തള്ളാൻ ശ്രമിക്കും. If laughter does not get him out of deep water, he scolds her. ഇനി ലാഫ്റ്ററിനും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വഴക്ക് പറയും. So Ajit is so tactical, he is so tactful. At first he does not bother what Nomita says and he tries to laugh it away, and if laughter does not get him out of deep water, he scolds her. He even calls her a dung picker's daughter. ആരെങ്കിലും സഹിക്കുമോ ചാണകം വാരിയുടെ മകളെ എന്നൊക്കെ വിളിച്ചാൽ? അപ്പോൾ അവളെ ഒരു ഡങ് പിക്കറിൻ്റെ ഡോട്ടർ എന്ന് വരെ വിളിക്കുന്നു. നമുക്ക് വേണേൽ പറയാം ചാണകം വളരെ പരിശുദ്ധമായൊരു വസ്തുവാണ്, അപ്പോൾ നൊമിതയെ പരിശുദ്ധമായ വസ്തു എന്നാണ് വിളിച്ചതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ഹി കോൾസ് ഹർ എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ആൻഡ് അജിത്ത് യൂസസ് അബ്യൂസീവ് വേർഡ്സ് ഓൺ ഹെർ മദർ. അജിത്ത് നൊമിതയുടെ അമ്മയെപ്പറ്റി വളരെ അബ്യൂസീവായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വെൻ എവർ ഹി സീസ് എ ലെറ്റർ ഫ്രം ഹെർ മദർ ഹി സേസ് another handful of cash for this. So whenever he sees a letter from her mother, he says another handful of cash for this. ഞാൻ കുറച്ച് പണം ഇനിയും കൊടുക്കണമായിരിക്കും. He stands all such abusive words because she always fears her since it's a joint family. അതൊന്നും അജിത്തിന്റെ ക്യാരക്ടറിനകത്തിൽ എഴുതണ്ട. നൊമിത അതെല്ലാം താങ്ങും, അതൊരു ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് അത് അജിത്തിന്റെ ക്യാരക്ടറിൽ വേണ്ട. The other family members always think that they are spending some happy moments within their room. മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ വിചാരം ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ദ ടാക്ടിക്സ് ഓഫ് അജിത്ത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അജിത്ത് നൊമിതയോട് ഭയങ്കര സ്നേഹം കാണിക്കും. അജിത്ത് ഈസ് നെവർ അഫ്രൈഡ് ഓഫ് നൊമിതാസ് ആങ്കർ. അജിത്തിന് നൊമിതയുടെ ദേഷ്യത്തെ ഒന്നും ഒരു പേടിയില്ല. hence he always wins the quarrels. അതുകൊണ്ട് അജിത്ത് എല്ലായ്പ്പോഴും അവർ തമ്മിലുള്ള വഴക്ക് വിജയിക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് ടൈം when there is a quarrel, എപ്പോഴും നമ്മൾ പറയുന്നത് ലാസ്റ്റ് ടൈം, കഴിഞ്ഞ തവണ when there is a quarrel, നൊമിത goes to the extent of burning her sari. നൊമിത അവളുടെ സാരി കത്തിക്കുന്ന തലം വരെ പോകും. ആൻഡ് she gives him the message that she is ready to kill herself to break the shackles of marital slavery. മാരിറ്റൽ സ്ലേവറിയുടെ ചങ്ങല ബ്രേക്ക് ചെയ്യാനായിട്ട് താൻ തയ്യാറാണെന്നുള്ള മെസ്സേജ് അജിത്തിന് കൊടുക്കും. ആൻഡ് അജിത്ത് ബിക്കെയിംസ് അഫ്രൈഡ്. അജിത്ത് ഇത്തവണ പേടിക്കും. ഇത്തരത്തിലെ പ്രോബ്ലമുള്ള ഹസ്ബൻഡ്സുമാർക്കെല്ലാം വൈഫ് ഇത്തരത്തിലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എപ്പോഴെങ്കിലും, ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നന്നായിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വല്ലപ്പോഴും കൊടുക്കുക. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ ദാറ്റ് മാൻ ഈസ് ഹൈലി ഡേഞ്ചറസ്. ദോ ഹി മാനേജസ് ടു പുട്ട് ഔട്ട് ദ ഫയർ. അയാൾ ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും he never expected such an act like this from his wife. തൻ്റെ ഭാര്യ ഇത്രയും കേമിയാണെന്നൊന്നും അയാൾ വിചാരിച്ചില്ല. he understand the real power of a woman this time. ഒരു സ്ത്രീയുടെ യഥാർത്ഥ പവർ എന്താണെന്ന് അജിത്തിന് മനസ്സിലായി. and becomes helpless. അജിത്ത് ഹെൽപ്ലെസ് ആവുകയാണ്. ഇനി എങ്ങാനും വഴക്കിട്ട് നൊമിത വീണ്ടും സാരി കത്തിച്ചാലോ, അല്ലേ? സ്ത്രീ പീഡനത്തിനകത്താവേണ്ടി വരും. he had been wearing the mask of the high-mindedness and large-heartedness only because of Nomida's high-mindedness and large-heartedness. He has been wearing the mask of high-mindedness and large-heartedness. അജിത്ത് high-mindedness-ന്റെയും large-heartedness-ന്റെയും മാസ്ക് വെയർ ചെയ്യാണ്. ബൈ ബിക്കോസ് ഓഫ് നൊമിതാസ് high-mindedness and large-heartedness. നൊമിതയുടെ high-mindednessഉം large-heartednessഉം കാരണം അജിത്ത് high-mindedness-ന്റെയും large-heartedness-ന്റെയും മാസ്ക് ധരിക്കുകയാണ്. സോ അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഒന്നുകൂടെ നോക്കുക.
Ajit, another central character ആണല്ലേ, നമുക്കിങ്ങനെ പറയാം. Ajit, typical representative of the Indian housewife. Housewife അല്ല, husbands. Ajit, നമുക്ക് ആ സെയിം സെൻറ്റൻസ് കോപ്പി ചെയ്യാം അല്ലേ. Ajit, the husband of Namita in the story, the matchbox, is a typical representative of Indian husbands. And he represents male chauvinism. He always thinks that male has superiority over female. And he marries Nomida only because she is beautiful. And he is suspicious about his wife. Even after a life of 6 months together, and he couldn't find anything suspicious, he still is doubtful about his wife. He has the habit of smoking and he knows certain tactics. He has the intention of reading his wife's letters. So he fishes the key to the letterbox of the joint family from among the 52 hands of the joint family. And whenever there is a letter to Nomida, he takes it, reads it, and does not give it to her. He never gives Nomida the space she deserves. He never gives Nomida the space she deserves. He always looks down upon her. He always laughs at her. And he uses abusive words on her. He even calls her a dung picker's daughter. And whenever there is a quarrel between Nomida and Ajit, at first Ajit tries to laugh it away. If laughed at first, he does not bother what she says. Then he tries to laugh it away. And if laughter does not get him out of deep water, he scolds her. He does not fear Nomida. And he always wins the quarrels with Nomida. But last time, when there is a quarrel, Nomida goes to the extent of burning her sari, which makes him fearful. And he has been wearing the mask of high-mindedness and large-heartedness because of Nomida's high-mindedness and ലാർജ് ഹാർട്ട്നെസ്. അപ്പോൾ ഈ 3 ക്യാരക്ടർ സ്കെച്ചസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും പഠിക്കുക. നൊമിത, അജിത്, നൊമിതാസ് മദർ. ഓക്കെ.